വെൽക്കം ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഐ ആം ധന്യ ജോർജ്. ട്രേഡിംഗിൽ നിരന്തരം ലോസ് വരുന്ന ആളാണോ നിങ്ങൾ? എത്രയൊക്കെ പഠിച്ചിട്ടും എവിടെയാണ് തെറ്റുപറ്റുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ട്രേഡിംഗ് ജേണൽ എഴുതുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരം. ട്രേഡിംഗിൽ നമ്മളുടെ ഗൈഡ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ജേണൽ ആണ്. എന്താണ് ട്രേഡിംഗ് ജേണൽ എന്നും എങ്ങനെയാണ് ട്രേഡിംഗ് ജേണൽ എഴുതേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എന്താണ് ട്രേഡിംഗ് ജേണൽ? ട്രേഡിംഗ് ജേണൽ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ട്രേഡിന്റെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ഡയറിയോ ഒരു ഗൂഗിൾ ഷീറ്റോ ഒരു എക്സൽ ഷീറ്റോ ആണിത്. നമ്മൾ ഒരു ബിസിനസ്സിൽ നമ്മളുടെ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നത് പോലെയാണ് ഇത്. ഒരു ട്രേഡിംഗ് ജേണലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ എടുക്കുന്ന ട്രേഡിന്റെ ഡേറ്റും ടൈമും ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് അസറ്റിലാണ് ട്രേഡ് എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ കറക്റ്റ് വ്യക്തമായിട്ട് എഴുതുക. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഒരു റീസൺ, എന്തുകൊണ്ടാണ് ആ ട്രേഡ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ള റീസൺ വ്യക്തമായിട്ട് എഴുതുക. ഏതെങ്കിലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിൽ നിന്നാണോ, അല്ലെങ്കിൽ ആരുടെയും ടിപ്പ് നമ്മൾ ഫോളോ ചെയ്തതാണോ, എന്താണ് കാരണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ എഴുതുക. അതിനുശേഷം നമ്മളുടെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് എവിടെയാണെന്നുള്ളത് എഴുതുക. സ്റ്റോപ്പ് ലോസ്, അതായത് നമ്മൾ എത്ര റിസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുക. അതിനുശേഷം നമുക്ക് പ്രോഫിറ്റ് ആണോ ലാഭമാണോ കിട്ടിയിട്ടുള്ളത്, അതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് എത്ര ലോസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഒരു ഇമോഷൻ. എന്തായിരുന്നു നമ്മൾക്ക് ആ ട്രേഡ് എടുത്ത സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഇമോഷൻ. നമ്മൾ വളരെ ഗ്രീഡോട് കൂടിയാണോ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്, പേഷ്യൻസ് ഇല്ലാതെയാണോ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ നമുക്ക് വളരെയധികം പേടി ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ വളരെ കൂളായി കാമായിട്ടാണോ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്, വളരെ സിസ്റ്റമാറ്റിക്കലി നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നമുക്കുണ്ടായിരുന്ന ആ മാനസിക അവസ്ഥ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു ട്രേഡിംഗ് ജേണലിൽ നിർബന്ധമായിട്ടും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ട്രേഡിംഗ് ജേണൽ എഴുതുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ട്രേഡിംഗ് ജേണൽ ഒരാഴ്ച നമ്മൾ ട്രേഡിംഗ് ജേണൽ എഴുതി കഴിഞ്ഞാൽ ആ ജേണൽ നമ്മൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതൊക്കെ ട്രേഡുകളിലാണ് തെറ്റുകൾ പറ്റിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ മിസ്റ്റേക്സുകളാണ് നമ്മൾ വരുത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനും പിന്നീട് ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാനും നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷൻസ്, അതായത് നമ്മൾ ഓരോ ട്രേഡ് എടുത്തപ്പോഴും അതിൽ വന്നിട്ടുള്ള ഇമോഷൻസ് നമ്മൾ വ്യക്തമായിട്ടും ഓരോ ട്രേഡിങ്ങിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇമോഷൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നതെന്നും ആ ഇമോഷൻസ് ഒക്കെ നമുക്കൊരു ലോസിന് കാരണമായിട്ടുണ്ടെങ്കിൽ അത്തരം ഇമോഷൻസിനെ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ജേണൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ഓരോ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് നമ്മൾ മറന്നു പോകും. പക്ഷെ ജേണലായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓർമ്മിച്ചെടുക്കാനും അത്തരം ഇമോഷൻസ് നമ്മളെ ലോസിലേക്ക് കൊണ്ടുപോകുകയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുകയും ആ ഇമോഷൻസിനെ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. അതായത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആണ് എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇമോഷൻസിനൊന്നും അടിമപ്പെടാതെ നമുക്ക് നമ്മളുടെ സ്ട്രാറ്റജി വിശ്വാസം ഉണ്ടെങ്കിൽ വളരെ ട്രസ്റ്റോട് കൂടി നമ്മുടെ സ്ട്രാറ്റജി എടുത്ത് ട്രേഡ് ചെയ്ത് സിസ്റ്റമാറ്റിക്കലി ട്രേഡ് ചെയ്ത് നമുക്കൊരു പെർഫെക്റ്റ് ആൻഡ് സക്സസ്ഫുൾ ട്രേഡർ ആകാനായിട്ടും സാധിക്കും. സാധാരണ ട്രേഡേഴ്സും പ്രൊഫഷണൽ ട്രേഡേഴ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. സാധാരണ ട്രേഡേഴ്സ് അവരുടെ ലാഭനഷ്ട കണക്കുകളെല്ലാം മറന്നു പോകുമ്പോൾ പ്രൊഫഷണൽ ട്രേഡേഴ്സ് അതൊക്കെ ഒരു ജേണലായി കീപ്പ് ചെയ്ത് ആ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നു. നിങ്ങൾക്കും ഒരു സക്സസ്ഫുൾ ട്രേഡറായി മാറണം എന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ജേണൽ പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെതായ മാറ്റങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിന് 2 ചാനലുകളാണുള്ളത്. ടെലഗ്രാം ചാനൽ, അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനൽ. ടെലഗ്രാം ചാനലിൽ നമ്മൾ പെർ ഡേ 1 കോൾസ് ആണ് കൊടുക്കുന്നത്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ 3 കോൾസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്